രാധിക, അച്ഛൻ്റെ മുമ്പിലെത്തുമ്പോൾ സൂക്ഷിക്കണം. ഒന്നും പറഞ്ഞു പോരുത്. ചിതാഭസ്മം ആരും കാണാതെ സൂക്ഷിക്കണം. ഇവിടെ എത്തിയിട്ടും കഴിഞ്ഞില്ലേ രണ്ടെണ്ണത്തിന്റെ രഹസ്യം പറിച്ചില്. എന്തായാലും നീ ആള് കൊള്ളാടി. ദേവൻ ആശുപത്രിയിൽ നിന്ന് പോന്നു, ഇവിടെ കൊണ്ടുവന്നു. ഒന്നും അവൾക്കറിയണ്ട. കിട്ടിയ തക്കം നോക്കി അവള് കറങ്ങാൻ പോയിരിക്കുന്നു. മുത്തശ്ശി, ആ മതി മതി മതി. നിന്റെ കയ്യിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ആയതുകൊണ്ടാ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ടും ആരും കേറി കൈവയ്ക്കാത്തത്. ദേവൻ ഒരു ആൺകൊച്ചുണ്ടായിരുന്നെങ്കിലേ അവൻ പറഞ്ഞു തന്നേനെ ബാക്കി. അമ്മേ, ദേ വന്നിരിക്കുന്നു. അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ നിന്റെ മോള്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭഗവാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, ഓരോന്ന് പറഞ്ഞ് ദേവേട്ടനെ കേൾപ്പിക്കണ്ട. ദേവേട്ടൻ ഉറങ്ങ്. അവന്റെ അസുഖത്തിന്റെ പേരിലുള്ള മുതലെടുപ്പല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അമ്മയുടെ ബഹളം കാരണം വരുൺ ഒരു വാക്ക് പോലും മിണ്ടാതെ പോയത്. അയ്യോ, അതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയോ? നേരുന്നറി ഇല്ലാത്തവൻ എന്തിനടി ഇവനോടൊക്കെ മിണ്ടിയിട്ട്? മോളെ, അച്ഛൻ കുറെ നേരം നിന്നെ തിരക്കി. ഇപ്പോഴാ ഉറങ്ങിയത്. നീ അകത്തോട്ട് ചെല്ലേ. അതെ, നീ അവിടെ നിന്ന് നിന്നേ. ദേവന് സുഖമില്ല എന്നുള്ളത് നേരാ. പക്ഷെ രാധികയും വരുണിനെ ഒന്നിപ്പിക്കാവുന്നുള്ള നിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. വരുണേ ഇപ്പോഴും പ്രിയങ്കയുടെ ഭർത്താവാ. അത് മറികടന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോനാണ് മരുമോനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് കേസ് കൊടുത്ത് അകത്തിടും എല്ലാത്തിനെയും.